മുഹമ്മദ് ഷഹീർ, നാസർ, താഹിർ ഷാ, അസൈനാർ, സുബൈർ എന്നിവർ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. എന്നാൽ കേസിൽ കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. എന്തിനേറെ പറയുന്നു, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറാൻ പോലും കേരള പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. മക്കൾക്ക് എന്തുപറ്റിയെന്ന് അറിയാതെ ഉരുകുകയാണ് 5 കുടുംബങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കറും മുഹമ്മദ് ഷഹീദും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക് തന്നെ. അരുൺ, ഇവർക്ക് ഈ ഒരു കേസ് ഉൾപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഒരു സംഭവം, അപകടം നടന്നു, മരണം സംഭവിച്ചു, അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കൽ ഇത്രയധികം വൈകുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ബന്ധുക്കൾക്ക് കൈമാറിയില്ല എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ എത്ര വലിയ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ കൊല്ലപ്പെട്ട 5 പേരും വളരെ സാധാരണപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അവർ പലരും ആദ്യമായിട്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് പോയത് എന്നുള്ളതാണ് ചരൽ ഫൈസൽ തന്നെ പറയുന്നു. ഹുസൈനാരൊക്കെ ആദ്യമായിട്ടാണ് തന്നോടൊപ്പം വന്നത്. ഹുസൈനാരൊക്കെ സുഹൃത്തുക്കളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചെറുപ്പളശ്ശേരിക്കാരാണ് ഈ 5 പേരും. ഈ കുടുംബങ്ങൾക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 3 വർഷം കഴിഞ്ഞ് ഈ സംഭവം നടന്നിട്ട് 3 വർഷം കഴിഞ്ഞ് പോലീസ് അന്വേഷണമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. എന്താണ് അതിന് പിന്നിൽ സംഭവിച്ചത് എന്നുള്ളത് കുടുംബക്കാരെ അറിയിച്ചിട്ടില്ല. ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമല്ല, അവരുടെ മറ്റ് വസ്തുക്കൾ, ഈ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും കുടുംബത്തിന് കൈമാറിയിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ തൊണ്ടി മുതലായിട്ട് പോലീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും എന്ത് സംഭവിച്ചു എന്ന് പറയാൻ ഈ കുടുംബത്തിന് ഒരു അവകാശമില്ലേ? അവർ പറയുന്നത് ഇത് ആദ്യം തന്നെ ഞങ്ങൾ ഈ സംഭവം അറിയുമ്പോൾ തന്നെ ഇത് സ്വർണ്ണക്കടത്താണ് എന്നുള്ള രീതിയിലാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് കൂടുതൽ തിരക്കാനായിട്ട് ഞങ്ങൾക്ക് അപ്പോൾ കഴിഞ്ഞിരുന്നില്ല. കാരണം അങ്ങനെ ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനത്തിൽ മക്കൾ ഏർപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ കൂടുതൽ തിരക്കും. അങ്ങനെ അവരെ അക്കാര്യത്തിൽ വളരെ പിന്നോട്ട് അടിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇവർക്ക് ധനസഹായം നൽകി എന്നുള്ള വെളിപ്പെടുത്തൽ ചരൽ ഫൈസൽ നടത്തിയിരിക്കുന്നത്. അക്കാര്യം നമ്മൾ കുടുംബത്തിനോട് ചോദിച്ചു. ഒരു കുടുംബം പറഞ്ഞ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഞങ്ങളാരും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു കുടുംബം പറയുന്നത് അങ്ങനെ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, പലരെയും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സമീപിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നമ്മളോട് സംസാരിച്ച ഹുസൈനാരുടെ ബന്ധു പറയുന്നത് ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ഗൾഫിലായിരുന്നു, പക്ഷേ ഞങ്ങളെ ആരും സമീപിച്ചായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം, അങ്ങനെ സമീപിച്ചതായിട്ടുള്ള അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഹുസൈനാർ. അതായത് പരോക്ഷമായിട്ട് തന്നെ ഒരു സമ്മതം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. പക്ഷേ അത് കാര്യമൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമ്പോഴാണ് അതിൽ കൂടുതൽ വ്യക്തത വരുന്നത്. നേരത്തെ ചരൽ പറഞ്ഞതുപോലെ ഈ അമാന ഗ്രൂപ്പ് ഈ അപകടം ഉണ്ടാക്കിയതാണോ, ബോധപൂർവ്വം ഉണ്ടാക്കിയതാണോ എങ്കിൽ അങ്ങോട്ടേക്കും അന്വേഷണം പോകണം. അപ്പോൾ കുടുംബത്തിൻ്റെ ഈ കുടുംബങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ആവശ്യം തങ്ങൾക്ക് നീതി ലഭിക്കണം. അക്കാര്യത്തിൽ അതിനു വേണ്ടിയിട്ടൊരു പുനരന്വേഷണം വേണമെന്നുള്ളതാണ്. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പോലീസിന്റെ ഭാഗത്തുനിന്ന് നാളെ ഇതുവരെയായി ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടിയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇവർ പറയുന്നത് ഈ അപകട മരണം ഉണ്ടായതിനു ശേഷം പോലീസ് വന്ന് മൊഴിയെടുത്തിരുന്നു, കുടുംബത്തിൻ്റെയൊക്കെ മൊഴിയെടുത്തിരുന്നു. കാരണം ഇവർ കളക്കട്ട് സംഘത്തിൻ്റെ ഭാഗമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നടപടിയും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, അപകട മരണമാണെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് തുകയൊക്കെ ലഭിക്കേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നും, സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായങ്ങളും അവർക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഇവരൊക്കെ ഈ ഹുസൈനാരുടെ കുടുംബമൊക്കെ ഞെട്ടലിലാണ്. കാരണം ഹുസൈനാർ ചെന്നൈയിൽ ഒരു ബിസിനസ് നടത്തുന്ന ആളാണ്. ഈ കോവിഡിൻ്റെ ഒരു നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ വന്ന് തിരികെ പോകാൻ ഇരിക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇതുമായിട്ടൊക്കെ അവർ എങ്ങനെ ബന്ധപ്പെട്ടു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിനകത്ത് ചരൽ പറയുന്നത് ഹുസൈനാരെ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് വിളിച്ചുകൊണ്ട് പോയത് എന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു തികഞ്ഞ അന്വേഷണം വേണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അവർക്ക് ആദ്യഘട്ടത്തിൽ വളരെ ഞെട്ടലായിരുന്നു. അപകട മരണം ഉണ്ടായി ഈ 5 പേർ കൊല്ലപ്പെട്ട സമയത്ത് അവർ ഭയങ്കര ഞെട്ടലായിരുന്നു. കാരണം എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നും അറിയില്ല. പലരും പറയുന്നത് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് പലരും ഗൾഫിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു, സംസ്കാര ചടങ്ങ് ഉൾപ്പെടെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നീടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വലിയ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അതിന് സർക്കാർ പുനരന്വേഷണം നടത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിൽ സർക്കാർ എന്ത് തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. തീർച്ചയായിട്ടും അവർ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു എങ്കിൽ ഒരു പുനരന്വേഷണം ആവശ്യമാണ്. അതുമായി ബന്ധുക്കൾ മുന്നോട്ട് പോകുമെന്ന് കരുതുന്നു. ഇപ്പോൾ മുഹമ്മദ് ഷഹീദും ഒപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, ഈ രാമനാട്ടുകര സംഭവത്തിൽ നമുക്കറിയാം ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ തമ്മിലുള്ള ഒരു മത്സര ഓട്ടമാണ് നടന്നത്. ഈ മത്സര ഓട്ടത്തിൽ ഉണ്ടായ അപകടമാണെന്നാണ് പറയുന്നത്. പ്രാഥമിക അന്വേഷണത്തിലൊക്കെ അത്തരം ചെറിയ ചില കാര്യങ്ങൾ മാത്രം പുറത്തു വന്നു. പക്ഷേ ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കാത്ത കാലം ഇതിന്റെ ഉള്ളുകളികളെ കുറിച്ച് പുറം ലോകത്ത് അറിയില്ല, മാധ്യമങ്ങൾക്ക് അറിയില്ല, യാതൊരു കാര്യങ്ങളും വ്യക്തമല്ല. ഇനി ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് കേസ് ഉള്ളത്? തുടർന്ന് ഈ പോലീസ് എങ്ങനെയാണ് അന്വേഷണം കരുതിയിരിക്കുന്നത്?
മോത്തി, രാമനാട്ടുകരയിൽ ജൂൺ 2021 ഈ അപകടമുണ്ടായത് അന്ന് പുലർച്ചെയാണ്. ഈ 4:30ക്കാണ് അപകടമുണ്ടായത്. അന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ രണ്ട് സംഘങ്ങളുണ്ടായിരുന്നു. രണ്ട് സംഘങ്ങൾ ഉദ്ദേശിച്ച് നിരവധി സംഘങ്ങളുണ്ടായിരുന്നു. ഒന്ന് കള്ളക്കടത്തുകാരുടെ ഒരു സംഘമുണ്ടായിരുന്നു, മറ്റൊന്ന് സ്വർണം പൊട്ടിക്കാനെത്തിയ സംഘമുണ്ടായിരുന്നു. ഈ കള്ളക്കടത്ത് സ്വർണം വാങ്ങാനെത്തിയ സംഘത്തിന് പുറമെ ഈ പൊട്ടിക്കൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് അവരെ നേരിടാനെത്തിയ വിവിധ കള്ളക്കടത്ത് ഗ്രൂപ്പുകളുടെ വിവിധങ്ങളായ സംഘങ്ങൾ അവിടെ തമ്പടിച്ചിരുന്നു. അതായത് അർജുൻ നായകി, കണ്ണൂരിൽ നിന്നുള്ള അർജുൻ നായകിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തുടർച്ചയായി ഈ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കുന്നു എന്നൊരു വിവരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ആക്ഷേപം ഇവർക്കുണ്ടായി. അങ്ങനെയാണ് ഈ ജ്വല്ലറി ഗ്രൂപ്പുകൾ, കള്ളക്കടത്ത് ഗ്രൂപ്പുകൾ എല്ലാം കൂടി ആലോചിച്ചാണ് ഈ സംഘങ്ങൾ, വിവിധങ്ങളായ സംഘങ്ങളെ ഇവിടെ എത്തിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് കൊണ്ടുവരേണ്ടിയിരുന്ന 2.5 കിലോയോളം വരുന്ന സ്വർണം അന്ന് കസ്റ്റംസ് ഇവിടെ പിടികൂടിയിരുന്നു. പക്ഷേ ഏറ്റവും കൗതുകരമായൊരു കാര്യം, ഈ ഈ മണ്ണാർക്കാട് സ്വദേശിയായ ഷെഫീഖ് എന്ന ആളാണ് അന്ന് കേരിയറായിട്ടുണ്ടായിരുന്നു. ഷെഫീഖിനെ കസ്റ്റംസ് പിടികൂടി. പക്ഷേ ഷെഫീഖ് പുറത്തിറങ്ങിയ ശേഷം ആദ്യമായി ടെലിഫോണിൽ ബന്ധപ്പെടുന്നത് അർജുൻ നായകിയാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പൊട്ടിക്കൽ സംഘത്തിൽപ്പെട്ട ഒരാളെയാണ് കേരിയറായ ആൾ ആദ്യമായി ഫോണിൽ വിളിക്കുന്നത് എന്ന് ഒരു കൗതുകമുള്ള കാര്യമാണ്. അതായത് യഥാർത്ഥത്തിൽ ഗോൾഡ് കൈമാറാനെത്തിയ ആളുകളെയല്ല വിളിക്കുന്നത്. അപ്പോൾ മനസ്സിലാവുന്നത് ദുബായിൽ വെച്ച് തന്നെ ഈ പൊട്ടിക്കൽ സംഘമാണ് ഈ ഷഫീഖിനെ കരിയറാക്കി വെച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒട്ടേറെ ഉൾച്ചുരുളുകൾ ഉള്ള ഒരു കേസാണിത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മലപ്പുറം SP-യുടെ നേതൃത്വത്തിൽ ഫറൂഖ് പോലീസ് ഒരു വാഹനാപകടത്തിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ ഈ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ് മലപ്പുറം SP-യുടെ നേതൃത്വത്തിലാണ് ആ കേസ് അന്വേഷിച്ചത്. അതായത് ഈ സ്വർണ്ണ കവർച്ചാ ശ്രമം എന്നുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഈ കേസിലാണ് ഇപ്പോൾ ഈ ആളുകളൊക്കെ പ്രതികളാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കള്ളക്കടത്ത് സംഘത്തിലെ യഥാർത്ഥത്തിൽ ഗോൾഡ് കൊടുത്തയച്ചവരെയും ഇവിടെ വാങ്ങുന്ന ആളുകളുമൊക്കെ, അതായത് യഥാർത്ഥത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങൾ ഇതിൽ കേസിൽ പ്രതികളാക്കപ്പെട്ടെങ്കിൽ പോലും അവരെ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ പോലീസിന് സാധിച്ചില്ല. അത് പണം വാങ്ങി പോലീസ് അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്നൊരു വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് 10-65ഓളം ആളുകളെ വ്യാപകമായി കേസിൽ കുടുക്കി അവരിൽ നിന്ന് പണം ആവശ്യപ്പെട്ടു എന്ന് പ്രതികളാക്കപ്പെട്ട ആളുകൾ നമ്മോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അർജുൻ നായങ്കിയുടെ ഒപ്പം വലിയൊരു സംഘം അന്ന് ഇവിടെ സ്വർണം പൊട്ടിക്കലിന് വേണ്ടി എത്തിയിരുന്നു. ഇവരെ ഈ അർജുൻ നായങ്കി അല്ലാതെ മറ്റ് ആളുകളെ ഒന്നും ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പോലീസ് ഉൾപ്പെടുത്തിയിട്ടില്ല, കസ്റ്റംസ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ എന്താണ് നടന്നത് എന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നത് വളരെ സങ്കീർണമായ കാര്യങ്ങൾ എന്തായാലും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം. അർജുൻ നായങ്കിയുടെ പേര് മാത്രം എന്തുകൊണ്ട് പുറത്തു വന്നു? അങ്ങനെയെങ്കിൽ ഈ നിരവധി പൊട്ടിക്കൽ സംഘങ്ങൾ എന്തിനാണ് ഒരു സിനിമാ സ്റ്റൈൽ ചേസിങ്ങിന് അന്നേ ദിവസം അവിടെ എത്തിയത്? അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരാരായിരുന്നു? ആ അന്വേഷണ സംഘത്തിൽ ഉള്ളതാരായിരുന്നു? ആരെയാണ് സ്വാധീനിച്ചത്? ഈ സ്വാധീനത്തിൽ വീണുകൊണ്ട് ജാമ്യം നൽകുകയും കേസിൽ ഒരു നീക്കുപോക്കും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത് ആരുടെ ഇടപെടൽ കൊണ്ടാണ്? തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ തീർച്ചയായിട്ടും അന്വേഷണം എത്തേണ്ടതുണ്ട്. അരുൺ ശങ്കർ തുടരുന്നുണ്ട് അവിടെ നിന്നും. അരുൺ ശങ്കർ, വളരെ വ്യക്തമാണ്, സങ്കീർണമായ ഒരു കുരുക്ക് തന്നെയാണ് ഇത്. പക്ഷേ ഈ കുരുക്കഴിച്ചെടുക്കേണ്ടത് ഇനി എവിടെ നിന്നാണ്? ഇതിലൊരു ഈ കുടുംബത്തിൻ്റെ ഒരു പുനരന്വേഷണ ആവശ്യം ഉന്നയിക്കാനുള്ള പ്രധാന കാരണം സുജിത് ദാസുമായി ബന്ധപ്പെട്ട്, മലപ്പുറം മുൻ SP സുജിത് ദാസുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കുടുംബം ഇക്കാര്യത്തിൽ ഒരു പുനരന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഈ സുജിത് ദാസ് ഈ രാമനാട്ടുകര സംഭവം നടക്കുന്ന സമയത്ത് മലപ്പുറം SP-യുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചരൽ ഫൈസലിനോട് ഈ സുജിത് ദാസിൻ്റെ പങ്ക് എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഇടപെടലൊന്നും, അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളെ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിലും അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അതാണ് അങ്ങനെ സമഗ്രമായിട്ടുള്ളൊരു പുനരന്വേഷണം വേണം എന്നുള്ളതാണ് കുടുംബങ്ങളുടെ ആവശ്യം. എന്നാൽ മാത്രമേ നീതി ഉറപ്പാകുകയുള്ളൂ. ഇതൊക്കെ പെരിഫറലായിട്ട് ഉപരിതലത്തിൽ മാത്രം നടക്കുന്ന അന്വേഷണങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിനപ്പുറത്തേക്ക് ആഴത്തിലുള്ള അന്വേഷണം വേണം. നേരത്തെ പറഞ്ഞതുപോലെ ഈ അമാന ഗ്രൂപ്പാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നു. അമാന ഗ്രൂപ്പിലാണെങ്കിൽ അത് ആരൊക്കെ, അത് എവിടെയൊക്കെ വെച്ചിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ആൾക്കാരെ കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ടോപ്പ് ടു ബോട്ടം അന്വേഷണം വേണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അനുകൂല നിലപാടെടുക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ കേരളത്തിലെ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഒരു വ്യക്തികൾ മാത്രമല്ല, സംഘടിതമായിട്ടുള്ള സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വാർത്തയിലൂടെ വ്യക്തമാകുന്നത്. ചില സംഭവങ്ങൾക്ക് പിന്നിൽ ഇപ്പോൾ കേരളത്തെ അല്ലെങ്കിൽ രാജ്യത്തിനെ ഞെട്ടിച്ച രാമനാട്ടുകര സംഭവത്തിലും ഇവരുടെ പങ്കുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ഒന്നാണ്.